എന്താണ് മറിയമേ നീ പറയുന്നത്? ഇപ്പോൾ പ്രസവിച്ച് വീണ കുഞ്ഞ് എന്ത് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് അവർ കയർത്തപ്പോ ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസ എന്ന് പറയുന്ന കുഞ്ഞ് അത്യുജ്വല പ്രഭാഷണം നടത്തുകയാണ്. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഉജ്ജ്വലമായ പ്രഭാഷണം നടത്തുന്നു. ആ കുഞ്ഞ് പറയുന്നു, പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു കാണാം. സൂറത്ത് മറിയമിന്റെ 30, 31, 32 വാക്യങ്ങളിലായി ഖുർആനിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനി അൽ-കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ അയ്നമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ കുഞ്ഞ് തൊട്ടിൽ കിടന്നുകൊണ്ട് ഉജ്ജ്വലമായ പ്രഭാഷണം അവിടുന്ന് പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ വിനീതനായ അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ. ആതാനിയൽ കിതാബ അല്ലാഹു എനിക്ക് എന്റെ ഗ്രന്ഥമായ ഇൻജീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അല്ലാഹു എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഖുർആനാ പറയുന്നത്. ഈസാ നബി തൊട്ടിൽ കിടന്ന് പറയുകയാണ്, ആത്താനി എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. ആത്താനി എന്ന് പറയുന്നത് മാലിയായ ക്രിയയാണ്, അതായത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് കുറിക്കുന്ന പദപ്രയോഗം. എനിക്ക് അല്ലാഹു നൽകി കഴിഞ്ഞിരിക്കുന്നു കിതാബ, എന്റെ കിതാബാകുന്ന ഇൻജീൽ എന്ന കിതാബിനെ എനിക്ക് അല്ലാഹു നൽകി കഴിഞ്ഞിരിക്കുന്നു. വജഅലനി നബിയ്യ, എന്നെ അല്ലാഹു നബിയാക്കുകയും ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പറയുന്നത്? മറിയം അലൈഹിസ്സലാം ആ കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുകയാണ്. അപ്പോഴാ പറയുന്നത്, എനിക്ക് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ പ്രവാചകനാണ്, എനിക്ക് എന്റെ ഇൻജീൽ എന്ന് പറയുന്ന ഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. വല്ലാത്തൊരു അത്ഭുതം. ഇത് സാധാരണ വേശ്യാവൃത്തി കൊണ്ടുണ്ടായ കുഞ്ഞല്ല, ഇതെന്തോ ഒരു ആവശ്യമാണ് എന്ന് അവരെല്ലാവരും വിധി എഴുതി. നമ്മുടെ കർത്താവല്ല, ഈ കുഞ്ഞ് പറഞ്ഞതെന്താ? എനിക്ക് ഇൻജീൽ എന്ന ഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട് എന്നാണല്ലോ. ഖുർആൻ പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ ഇത് സംബന്ധമായി വിശദീകരണം നൽകി കഴിഞ്ഞു. അവർ പറഞ്ഞു, എപ്പോഴാണ് ഈ ഗ്രന്ഥം നൽകിയത്? ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് ഗർഭാശയത്തിൽ വെച്ചുകൊണ്ടാണ് ഈസാ നബിക്ക് അല്ലാഹു തആല ഈ ഇൻജീൽ എന്ന തന്റെ ഗ്രന്ഥം നൽകുന്നത്. ഞങ്ങളുടെ വകയല്ല. ഹദീസുകളിൽ നമുക്കിത് കാണാൻ കഴിയുന്നു, തഫ്സീറുകളിൽ ഇത് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബീ ഹാത്തിം അനസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പ്രമുഖരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാൻ പറയുന്നു, ഖാല കാന ഈസാ ഖദ് ദറസൽ ഇൻജീല വഅഹ്കമഹു ഫീ ബത്നി ഉമ്മിഹി. ഈസാ നബി ആയിരുന്നു ഖദ് ദറസൽ ഇൻജീല ഫീ ബത്നി ഉമ്മിഹി, തന്റെ മാതാവ് മറിയം ബീവിയുടെ ഗർഭാശയത്തിൽ വെച്ച് ഇൻജീൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ വയറ്റിൽ വെച്ച് പഠിച്ചിരുന്നു. അവിടെ തീർച്ചയായിരുന്നു അതിനെ അദ്ദേഹം സുദീർഘമാക്കുകയും ചെയ്തിരുന്ന അതിന്റെ വിധികളും കാര്യങ്ങളൊക്കെ ഗർഭാശയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഈസാ നബി ഇൻജീൽ എന്ന ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും അത് തഹ്‌ലീലാക്കുകയും അത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രമുഖ സഹാബിയാണ്, കളവ് പറയുന്നവരല്ല. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞില്ല തഫ്സീർ ദുറുൽ മൻസൂർ, റൂഹുൽ മആനി, ഇബ്നു കസീർ എല്ലാ തഫ്സീറുകളും ഇത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പണ്ഡിതന്മാർ തന്നെ പറയുന്നു, ഖാലത്ത് മറിയമു, ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു അബീ ശൈബ, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദായ ഇബ്നു അബീ ശൈബ, അതുപോലെ ഇബ്നു അബീ ഹാത്തിം, ഹാഫിൽ അബൂ നുഐം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രമുഖ ശിഷ്യൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും ഒരു ഉദ്ധരിക്കുന്നത് കാണാം. എന്താണ്? ഖാലത്ത് മറിയമു, മറിയം ബീവി പറയുകയാണ്. എന്താണ് പറയുന്നത്? കുന്തു ഇദാ ഖലൗതു, ഞാൻ ഗർഭം ധരിച്ച്, ഈസാ എന്ന് പറയുന്ന എന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ, അതായത് എന്റെ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ, ഹദ്ദസനി ഈസാ വകല്ലമനി വഹുവ ഫീ ബത്നി, എന്റെ ഗർഭാശയത്തിൽ നിന്നുകൊണ്ട് എന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് തന്നെ എന്റെ പുത്രനായ ഈസാ പുറത്തുള്ള എന്നോട് സംസാരിക്കുമായിരുന്നു. നോക്കൂ നിങ്ങൾ, വയറ്റിലുള്ള കുഞ്ഞ് പുറത്തുള്ളവരോട് സംസാരിക്കുമോ? സംസാരിക്കും. മഹാത്മാക്കളാണെങ്കിൽ അതിന് കഴിയും. ഹദ്ദസനി ഈസാ, ഈ കുന്തു ഇദാ ഖലൗതു, ഞാൻ ഒറ്റയ്ക്കാണ്
ഈസ എന്നോട് സംസാരിക്കും, വകല്ലമനി ഞാനുമായി സംഭാഷണം നടത്തും, വഹുവ ഫീ ബത്നി ആ കുട്ടി എന്റെ വയറ്റിലാകുന്നു. മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാർ അഹ്മദും കബീറെന്ന് ചൊന്നോവർ. ിന്റെ മാതാവ് വയറ്റിലുള്ള കുഞ്ഞിനോട് മകനാണോ മകളാണോ എന്ന് ചോദിച്ചപ്പോ മകനാണ് എന്ന് മറുപടി പറഞ്ഞു എന്ന് സഹോദരന്മാരെ മാലയിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. മഹാത്മാക്കളാണോ അവർക്കിത് കഴിയും. എന്നിട്ടോ മറിയം ബീവി പറയുന്നു, വൈദാ കുന്തു മഅന്നാസി എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ സബ്ബഹ ഫീ ബസ്രി വകബ്ബറ വഅനാ അസ്മഉ എന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് എന്റെ കുഞ്ഞ് തസ്ബീഹ് ചൊല്ലുന്നു, തക്ബീർ ചൊല്ലുന്നു, ദിക്ർ ഹൽക്കത്തുന്നു, വഅനാ അസ്മഉ വഹത്തിൽ വെച്ച് ചെയ്യുന്ന ആ കർമ്മം ഞാൻ കേൾക്കുന്നു. ഒരു പദ്ധതിയോടുമില്ല. അപ്പൊ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് കുഞ്ഞ് ഗർഭസ്ഥ ശിശു സംസാരിക്കുക എന്നത് പ്രാമാണികമായി യാതൊരു കുഴപ്പവുമില്ല. അവർക്ക് അല്ലാഹുവിനോട് സംവദിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാം, ചോദിക്കാം, അപേക്ഷിക്കാം. പ്രാമാണികമായി ഇതിൽ യാതൊരു തകരാറുമില്ല. ഖുർആനും സുന്നത്തും അംഗീകരിച്ച കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യങ്ങൾ എന്താ, അങ്ങനെ അങ്ങനെ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുനോട് സ്വർഗം ആവശ്യപ്പെട്ടു. അള്ളാഹു 4 സ്വർഗം കൊടുത്തു. അവർക്ക് 4 സ്വർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്നി വളർന്നോവർ. 4 സ്വർഗം ഒരാൾക്ക് കൊടുക്കുമോ എന്നാണ്. ഇത് കെട്ടിക്കഥയല്ലേ? അത് വിഭാഗിമാരെയും ഇല്ലാത്തത് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തത് പറഞ്ഞതല്ലേ എന്നാണ് ചോദ്യം. അല്ല, അത് ഖുർആനിൽ ഉള്ളതാണ്. ഖുർആൻ ശരിക്ക് പഠിക്കണമെന്നാണ്. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് കട്ടത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചാൽ പോരാ, അത് മറിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഖാമിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടോ അവർക്ക് 2 സ്വർഗമുണ്ട്. ഖുർആൻ പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. 2 സ്വർഗം അവർക്കുണ്ട്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വമിൻ ദൂനിഹിമാ ജന്നതാൻ. അത് കൂടാതെ വേറെ 2 സ്വർഗം വേറെയുമുണ്ട്. 2 2 4. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾക്ക് തന്നെ 4 സ്വർഗമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അവർക്ക് 4 സ്വർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ വളർന്ന് ജനിച്ച് വളർന്നോവർ. പ്രാമാണികമായി ഇതിന് യാതൊരു തകരാറുമില്ല. മാലയിലുള്ള മുഴുവൻ കാര്യങ്ങളും സുന്നികൾ അംഗീകരിക്കുന്ന മാല ഏതുണ്ടോ അതിലുള്ള മുഴുവൻ കാര്യങ്ങളും വസ്തുനിഷ്ഠമാണ്, പ്രമാണപരമാണ്. നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. ചോദ്യം കുറച്ച് നീണ്ടതുകൊണ്ടാണ് മറുപടി ഇത്രയും നീളേണ്ടി വന്നത്.